10 വർഷം കഴിയുമ്പം നിന്റെ ശീർഷകം എന്തായിരിക്കും? ഈ ചോദ്യം ചോദിക്കാൻ പറ്റിയ പ്രായം ഏതാണ്? 12ാം വയസ്സിലൊരു കൊച്ചിനോട് ഇത് ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, 12ാം വയസ്സിൽ നിന്നുകൊണ്ട് 22ാം വയസ്സിൽ ഞാൻ ആരായിത്തീരും എന്ന് സ്വന്തം കഴിവുകൾ മനസ്സിലാക്കി പറയാൻ പ്രാപ്തിയുള്ള മക്കൾ ഇവിടെ ഉണ്ട് എന്ന് കഴിഞ്ഞ 3 വർഷത്തെ പ്രോജക്റ്റ് ജെംസിൻ്റെ പരിശീലന പദ്ധതിയിൽ പങ്കുചേർന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ അഭിമാനത്തോടെ ഞാൻ പറയുകയാണ്. കേരളത്തിലെ കത്തോലിക്ക സഭയിലെ എല്ലാ സമർപ്പിത സമൂഹങ്ങളും ഒരുമിച്ച് ചേർന്ന് ഈ നാട്ടിൽ നമ്മുടെ മക്കളെ നിലനിർത്താൻ കഴിയുന്ന രീതിയിൽ സർക്കാർ ജോലികളിലേക്ക് അവർക്ക് വാതിൽ തുറന്നു കൊടുക്കുകയും പരിശീലനം നൽകുകയും അറിവ് പകരുകയും ഒക്കെ ചെയ്യുന്ന പ്രോജക്റ്റ് ജെംസ് എന്ന പദ്ധതി ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഭാരതം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ തന്നെ വളരെ വലിയ പ്രതീക്ഷയും അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ വളരെയധികമായിട്ട് ഞങ്ങൾ സാധാരണ ഫാമിലിപ്പെട്ട ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും പുള്ളിക്ക് ഈ ക്ലാസ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് വളരെ ഭാവിയിൽ എങ്ങനെയായി തീരണം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ കൂടി ചെയ്യണം എന്നുള്ള നമുക്കാണെങ്കിൽ കുറച്ച് പ്രചോദനം തരാനും അതിനുവേണ്ടി കഷ്ടപ്പെടാനും ഇത് ഭാവിയിൽ നമുക്ക് നേട്ടമായിരിക്കും എന്നുള്ളൊരു ചിന്തയും. ഇപ്പോൾ 500ഓളം കുട്ടികൾ CMCയുടെ സ്വന്തം മക്കളായി പ്രോജക്റ്റ് ജെംസിൽ പഠനത്തിലായിരിക്കുന്നു. മികവുറ്റ ഒരു പരിശീലനം എന്ന് തന്നെ പറയാം. 1-2 വർഷത്തെ പരിശീലനം കൊണ്ട് റേസ് ടു എക്സലൻസ് നടത്തിയ നാഷണൽ ലെവൽ മോഡൽ സിവിൽ സർവീസ് എക്സാമിൽ CMCയിലെ 123 കുട്ടികൾ വിജയികളായി എന്ന് പറയുമ്പോൾ സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറയുകയാണ്. എനിക്ക് ടീച്ചറാവണം എന്നായിരുന്നു എൻ്റെ അംബിഷൻ. ടീച്ചറാവണമെന്ന് ഇപ്പോഴും ഉണ്ട്. അതുപോലെ ഈ പ്രൊജക്റ്റ് ജെംസിൽ ചേർന്ന പിന്നെ നമുക്ക് സിവിൽ സർവീസ് എന്നൊരു IAS ആവാനായിട്ടുള്ളൊരു ആഗ്രഹം വന്നു തുടങ്ങി. ഇപ്പോഴും ഏതാണ്ട് 50ഓളം കുട്ടികൾ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ ഉണ്ട്. ഈ ഇതിൽ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് തോന്നുന്നൊരു കാര്യം, വളരെ ശക്തമായ ഒരു നേതൃത്വ നിര ഈ പ്രസ്ഥാനത്തിലുണ്ട് എന്നുള്ളതാണ്. നല്ലൊരു കോറിലേഷൻ, വളരെ സമഗ്രമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ, അവരുടെ പഠന വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ, അവരെ മുന്നോട്ട് നയിക്കുന്ന കാര്യത്തിൽ എല്ലാം വളരെ നിയതമായ പ്ലാനും പദ്ധതികളും തയ്യാറാക്കിക്കൊണ്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോവുക. പ്രോജക്റ്റ് ജെംസ് വഴിയുള്ള ഓരോ ക്ലാസ്സും എനിക്ക് നല്ല ഇൻസ്പിറേഷനാണ്. മുമ്പൊക്കെ എനിക്ക് GK അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പ്രോജക്റ്റ് ജെംസ് വഴി GK എനിക്ക് നല്ലൊരു ഇൻട്രസ്റ്റും ഒരു വാസ്റ്റ് ലേണിംഗ് എൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചു. ക്ലാസ്സുകൾക്ക് ശേഷം ഇവർ വ്യത്യസ്തമായ ആക്ടിവിറ്റികൾ ചെയ്യും. അങ്ങനെ ഓരോ ദിവസവും ഇവർ പരീക്ഷകൾ എഴുതുന്നു. ഈ ഓരോ പരീക്ഷകളും ഇവർ ഭാവിയിൽ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷകളുടെ മാതൃകയിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ്. അങ്ങനെ ഏത് മത്സര പരീക്ഷയും ധൈര്യത്തോടെ നേരിടാനുള്ള ഒരു കെൽപ്പും ആത്മവിശ്വാസവും അറിവും ആ ഒരു എക്സ്പീരിയൻസും നമ്മൾ കുട്ടികൾക്ക് കൊടുത്താണ് പ്രോജക്റ്റ് ജെംസിൻ്റെ അക്കാഡമിക് കാര്യങ്ങളെ നമ്മൾ വിഭാവന ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഏറ്റവും ആദ്യം പ്രോജക്റ്റ് ടീംസിനോട് വളരെ വലിയൊരു നന്ദി പറയാനുണ്ട്. കാരണം വളരെ എല്ലാ രീതിയിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. പ്രൊജക്റ്റ് ജെംസ് വഴിയിട്ട് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് ഉണ്ടാവാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് എനിക്കുണ്ട്. ഇതിപ്പോൾ മാത്സിലാണെങ്കിൽ ഭയങ്കര വീക്കായിരുന്നു ഞാൻ. ഇപ്പം കുറച്ചും കൂടി നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എനിക്ക് മാത്സിലൊക്കെ. അത് ഞാൻ മാത്രമല്ല, എൻ്റെ അമ്മയും പറഞ്ഞിട്ടുണ്ട് എനിക്ക് മാത്സിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന്. അതുപോലെ എല്ലാ സബ്ജക്റ്റിലും കുറച്ചുകൂടി അറിവ് കിട്ടിയത് പ്രൊജക്റ്റ് ജെംസിൽ നിന്നാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രൊജക്റ്റ് ജെംസിൽ നിന്ന് അറിയാൻ പറ്റിയിട്ടുണ്ട്. ജെംസ് പൂർണ്ണമായും ഒരു അക്കാഡമിക് കാര്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു പദ്ധതിയാണോ? അല്ല. ഡെസ്റ്റിനേഷൻ ആപ്പിലെ ക്ലാസ്സുകൾക്കപ്പുറത്ത്, അക്കാഡമിക് മെൻറ്ററിങ്ങിനപ്പുറത്ത് 7 പ്രധാനപ്പെട്ട തലങ്ങൾ കൂടിയുണ്ട് പ്രൊജക്റ്റ് ജെംസിന്. ഒന്നാമതായിട്ട് ജെംസ് ടോക്ക്. ഓരോ മേഖലയിൽ എക്സ്പേർട്സായ ആളുകൾ, ആ കരിയറിൽ വിജയിച്ച വ്യക്തിത്വങ്ങൾ കുട്ടികളോട് അവർ കടന്നു വന്ന വഴികൾ പങ്കുവെക്കുന്നതാണ് ജെംസ് ടോക്ക് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പഠന പ്രവർത്തനം. എല്ലാ മാസവും ഓരോ കരിയർ എന്നുള്ള വ്യക്തികൾ നമ്മുടെ കുട്ടികളുമായി അവരുടെ ലൈഫ് ഷെയർ ചെയ്യുകയാണ് ജെംസ് ടോക്കിൻ്റെ. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പഠന മേഖല എന്ന് പറയുന്നത് സ്കോളെക്സ് ആണ്. അവർ വിവിധ മത്സര പരീക്ഷകൾ കണ്ടെത്തി നമ്മുടെ കുട്ടികളെ ഇത് അറിയിക്കുന്നു. അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഉൾപ്പെടെയുള്ളത് പരിചയപ്പെടുത്തുന്നു. പ്രധാനപ്പെട്ട മത്സര പരീക്ഷകൾക്ക് പ്രത്യേക പരിശീലനം കൂടി നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകി വരികയാണ് കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ.
നമ്മുടെ കുട്ടികൾക്ക് കഴിഞ്ഞ ഒരു വർഷം മാത്രം 30 ലക്ഷത്തിലധികം രൂപയുടെ സ്കോളർഷിപ്പുകൾ നേടിയെടുക്കാൻ സാധിച്ചു. ഇന്ന് വരെ നമ്മുടെ 52 കുട്ടികൾക്ക് NMMS സ്കോളർഷിപ്പ് നേടിയെടുക്കാൻ സാധിച്ചു. അതോടൊപ്പം 54 കുട്ടികൾക്ക് USS സ്കോളർഷിപ്പ്, 67 കുട്ടികൾക്ക് തളിരി സ്കോളർഷിപ്പ്, ISROയുടെ യുവിക അവാർഡ് നമ്മുടെ ഒരു കുട്ടിക്ക് കിട്ടുകയുണ്ടായി. ഒപ്പം തന്നെ തെലങ്കാനയിൽ നിന്നുള്ള നമ്മുടെ ഏറ്റവും മിടുക്കിയായ സാനിറ്റയ്ക്ക് സെൻട്രൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഇൻസ്പയർ മെനക് അവാർഡ് നേടാനും സാധിച്ചു. ഇതിൽ റേസ് ടു എക്സലൻസ് അത്യധികം അഭിമാനിക്കുന്നു. കഴിഞ്ഞൊരു വർഷം നമ്മൾ ധാരാളം മത്സരങ്ങൾ ജെംസിൻ്റെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതിനെല്ലാം നമ്മൾ വിളിച്ചത് മന്ത്ലി ചലഞ്ച് എന്നാണ്. അത് ഓരോ മാസത്തെയും പ്രധാനപ്പെട്ട ദിവസങ്ങളുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ മാസത്തെയും ആക്ടിവിറ്റികൾ നമ്മൾ ഡിസൈൻ ചെയ്തത്. എൻ്റെ ആഗ്രഹം ISROയിൽ ഒരു എഞ്ചിനീയർ ആകാനാണ്. ഞാൻ പ്രൊജക്ട് ജെംസിലെ ചന്ദ്രോത്സവത്തിൽ പങ്കെടുത്ത് വിജയി ആയി. പ്രൊജക്ട് ജെംസിലെ സാറുമാർ ചന്ദ്രോത്സവത്തിൽ വിജയിച്ചവരെയും കൂട്ടി തിരുവനന്തപുരം തുമ്പ സ്പേസ് സെൻറ്ററിൽ പോയി റോക്കറ്റ് വിക്ഷേപണം കാണാൻ എനിക്ക് സാധിച്ചു. അതെൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. അവിടെ പോയി വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ISROയിൽ പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹം അവനുണ്ടാകുന്നത്. അവിടെ ചെന്ന് അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര അതിശയമായിരുന്നു, അത്ഭുതമായിരുന്നു. ജെംസിൻ്റെ പ്ലാറ്റ്ഫോമിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് അത് ക്യാമ്പുകളാണ്. നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ വർഷങ്ങളായി ഏകദേശം 15-ലധികം ക്യാമ്പുകൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നടത്തി. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഏറെ മാറ്റങ്ങളുണ്ട്. അതായത് ഗ്ലൂമി ആയിട്ട് അല്ലെങ്കിൽ വലിയ ആക്റ്റീവ് ആയിട്ടില്ലാത്ത കുട്ടികൾ ക്യാമ്പിലൊക്കെ വന്ന് അവർ 2 വാക്ക് പറയാനും അവർ ആക്റ്റീവ് ആകാനും അവർ മിടുക്കരാകാനും സാധിച്ചിട്ടുണ്ട്. പേരൻസിന് അതുപോലെ തന്നെ സന്തോഷമാണ്. പ്രൊജക്ട് ജെംസ് ബിൽഡ് ചെയ്തിട്ടുള്ളത് നല്ല കുട്ടികളെ മാത്രമല്ല, നല്ല മാതാപിതാക്കളെ കൂടിയാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, കുട്ടികൾക്കൊപ്പം മാതാപിതാക്കളും ഈ യാത്രയിൽ വളരുകയായിരുന്നു. ജെംസ് പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഒരു PTA മീറ്റിങ്ങിൽ സംസാരിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. 2021 ആരംഭിച്ച പ്രോജക്റ്റ് ജെംസ് വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വത്തെ രൂപീകരിച്ചുകൊണ്ട് മാതാപിതാക്കളെ പരിശീലിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നാറുണ്ട്. അസംഖ്യം അന്ധകാര ശക്തികളുടെ കാലഘട്ടത്തിൽ ഒരുപാട് അധാർമികമായ ചിന്തകളും ആശയങ്ങളും അതിനുള്ള സ്വാധീനങ്ങളുമൊക്കെ അരങ്ങ് തകർക്കുന്ന അവസരങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുവാൻ, നല്ല വഴി കാണിച്ചു കൊടുക്കുവാൻ, സത്ചിന്തകൾ സമ്മാനിക്കുവാൻ സന്തോഷപൂർവ്വം മുന്നിട്ടിറങ്ങിയിരിക്കുന്ന പ്രോജക്റ്റ് ജെംസിനെ ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. പ്രോജക്റ്റ് ജെംസ് നമ്മുടെ പുതിയ തലമുറയെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള അർത്ഥമുള്ള ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യാൻ മക്കളെ പ്രചോദിപ്പിക്കുന്ന ഒരു നല്ല കരിയർ പഠന യാത്രയാണ്. ധാർമ്മികതയിലും വിശ്വാസത്തിലുമൊക്കെ ഊന്നിയ ഒരു നല്ല സമൂഹത്തെ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യം ഇതിൻ്റെ പുറകിലുണ്ട്. കത്തോലിക്ക വിശ്വാസത്തിലും ധാർമ്മികതയിലുമൊക്കെ അടിയുറച്ച് നിൽക്കുന്ന യങ്സ്റ്റേഴ്സിൻ്റെ ഒരു പുതിയ തലമുറയെ ബിൽഡപ്പ് ചെയ്യുക, സർക്കാർ ജോലികളിലേക്ക് എത്തിക്കുകയും വിവിധങ്ങളായ പ്രവർത്തന മേഖലകളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന അർത്ഥവത്തായ ഒരു തലമുറയ്ക്ക് രൂപം കൊടുക്കുന്ന പ്രോജക്റ്റ് ജെംസിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ഇത് ഉപരി വിജയകരമായി മുൻപോട്ട് നീങ്ങട്ടെ. ഈ പ്രോജക്റ്റിൽ അംഗമാകാൻ സാധിച്ചതിൽ, ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ അംഗമാകാൻ സാധിച്ചതിൽ ഞാൻ ഒത്തിരി അഭിമാനിക്കുന്നു. പ്രിയമുള്ളവരെ, കേരളത്തിലെ ഓരോ കുടുംബത്തിൽ നിന്നും ഈ കുഞ്ഞുങ്ങൾ ഈ പ്രോജക്റ്റിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, നിശ്ചയമായും അവരുടെ സ്വപ്നങ്ങൾ കുറേയും കൂടെ വിശാലമാകും. നമ്മുടെ ഈ സമൂഹത്തിൽ മാത്രമല്ല, ഇതിന് പുറത്തേക്കും അവരുടെ കണ്ണും കാതും തുറന്നിരുന്ന് ലോകത്തിന്റെ സാധ്യതകളെ മനസ്സിലാക്കി ഏതൊക്കെ മേഖലകളിൽ നിന്ന് അറിവ് ആർജിക്കാമോ, ലോകത്തിൽ ഇന്ന് പല മേഖലകളിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ ക്ലാസ്സുകളിലൂടെ, അവരുടെ അഭിമുഖങ്ങളിലൂടെ, സാധ്യതകളിലൂടെ, അവരുടെ ജീവിത വിവരണങ്ങളിലൂടെയൊക്കെ ഈ കുട്ടികൾക്ക് ഇന്ന് ഒരുപാട് വളരാനും ഉയർന്നു ചിന്തിക്കാനുമുള്ള സാധ്യതകളാണ് ജെംസ് പ്രോജക്റ്റ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഇന്ന് ഇത്രയധികം കുട്ടികളുമായി ഈ ഒരു വലിയ പ്രസ്ഥാനം നിങ്ങളുടെ രാവും പകലുമുള്ള പ്രതിജ്ഞാബദ്ധതയോടെയുള്ള സമർപ്പണത്തിൽ ഇത്രമാത്രം വളർന്നു നിൽക്കുന്നത് ഒത്തിരി ആനന്ദത്തോടെ ഞാൻ കാണുകയാണ്. ഞങ്ങളുടെ പ്രോവിൻസ് 10 വർഷത്തേക്കാണ് ഈ പ്രോജക്റ്റിനെ തിരഞ്ഞെടുത്തിരിക്കുക. അപ്പോൾ 10 വർഷം കൊണ്ട് ഏതാണ്ട് 50 കുട്ടികൾ
10 വർഷം മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന, സഭ ആഗ്രഹിക്കുന്ന ഒരു നല്ല സമൂഹത്തെ രൂപപ്പെടുത്തുവാനായിട്ട് സാധിക്കും എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. നമ്മുടെ മക്കൾ ഈ നാട്ടിൽ നിന്നുകൊണ്ട് ഈ നാട് ഭരിക്കട്ടെ, ഈ നാടിനെ കൂടുതൽ ക്രിയേറ്റീവാക്കി, കൂടുതൽ വാല്യൂസ് ഉള്ള, കൂടുതൽ മൂല്യബോധമുള്ള ഒരു തലമുറയെ ഈ നാട്ടിൽ വളർത്തിയെടുക്കുവാൻ പ്രൊജക്ട് ജെംസിൻ്റെ യാത്ര അത് തുടർന്നുകൊണ്ടേയിരിക്കും.